പ്രിയപ്പെട്ടവരെ, നമ്മൾ നോയമ്പുകാല ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പ്രത്യേകം നമ്മുടെ കുടുംബങ്ങളെ ഈശോയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഉദ്ധിതൻ്റെ പാതയിൽ എന്ന ഈ ശുശ്രൂഷ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപയുടെ വഴിയായിട്ട് മാറാൻ നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്ന ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനമാണ്. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രാർത്ഥിക്കുന്ന വചനം, ഈശോ പറയുകയാണ്, അങ്ങ് എനിക്ക് തന്നവർ. യേശുവിൻ്റെ ശിഷ്യന്മാരെ, നമ്മളെ ഓരോരുത്തരെയും യേശു സ്വീകരിച്ചത് ദൈവകരങ്ങളിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ ഈ ധ്യാന ശുശ്രൂഷയിൽ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കീഴിൽ നിർത്തുക. ഇതാണ് ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരെ നോക്കി പറയുന്നൊരു വചനമാണത്. പിതാവേ, അങ്ങ് എനിക്ക് തന്നവർ. 2, ഇവർ അങ്ങയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ കൂടെയുള്ളവരെ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. എല്ലാ തകർച്ചകളും രക്ഷാകരമാകുവാനുള്ള ഏക വഴി അതാണ്: ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ശിഷ്യന്മാരിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസുണ്ട്. ഇവരെയെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, ദൈവത്തോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓർക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നു, ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ ഇവന് ചേർന്ന ഇണയെ തരും, ഞാൻ ഇവന് ചേർന്ന ഇണയെ തരും. നമ്മളുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കുന്നത് ദൈവമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുവാൻ പഠിക്കണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം. നമുക്കറിയാം, ആദം ഹവ്വായെ സ്വീകരിച്ചത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം ദൈവം ആദത്തെ വലിയൊരു ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ആദത്തിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ആദം ഉറക്കം വിട്ടെഴുന്നേൽക്കുമ്പോൾ ആദം ഒരു കാഴ്ച കാണുന്നു. ദൈവത്തിൻ്റെ അടുത്തൊരു പെണ്ണ് നിൽക്കുന്നു. ഹവ്വ കണ്ണു തുറക്കുമ്പോൾ കണ്ട കാഴ്ചയും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ അടുത്ത് ഒരു പുരുഷൻ കിടക്കുന്നു. ഇതാണ് ആദ്യത്തെ കുടുംബം. ആദ്യത്തെ കുടുംബം, പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ പ്രത്യേകത ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനസ്സ്, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള മനസ്സ് ജീവിതത്തിലുണ്ടാകുമ്പോൾ എല്ലാ വ്യക്തികളെയും നോക്കി നമുക്ക് പറയാൻ പറ്റണം, ഇത് ദൈവം തന്നതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്. ആ വചനം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 50-ാമത്തെ വചനം. അപ്പോൾ ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല.
ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണം ദോഷം നമുക്ക് പറയാനില്ല. എന്ന് വെച്ചാൽ ഒരു വിവാഹത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യവിധാണ്, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഗുണം ദോഷം, നമ്മളുടെ ദൃഷ്ടിയിൽ ഒരു കാര്യം ദോഷമായിട്ട് കാണുന്നു. നമ്മളുടെ ദൃഷ്ടിയിൽ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത അതാണല്ലോ, നമ്മൾ ഒരു വിവാഹത്തെക്കുറിച്ച് ബൈബിൾ ഇത് പറയുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്. ഇതിനെക്കുറിച്ച് പറയാൻ, ഗുണവും ദോഷവും പറയാൻ നമ്മൾ ആരാണ്? ഇപ്പം നമ്മൾ ഒരു ഗുണം കണ്ടിട്ട് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് പോകുന്നു. എത്രയോ പേര് പറയുന്നൊരു കാര്യമാണ്, അച്ഛാ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതല്ല, ഒരു ഗുണം കണ്ടിട്ടാണ്. പക്ഷേ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇത്രയും നാൾ കണ്ട ഗുണം അതെത്ര പെട്ടെന്ന് ദോഷമായിട്ട് മാറുന്നത്. പലരും വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ പറയുന്നത്, അച്ഛാ ഒരു പക്ഷേ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് വിവാഹം, അവിടെ ഒരു വൈദികനുണ്ടായത് കണ്ടിട്ടാണ് ഞങ്ങൾ വിവാഹം, അയാളുടെ പെരുമാറ്റം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വിവാഹം ഉറപ്പിച്ചത്, ജോലി കണ്ടിട്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചത്, ആ കുടുംബത്തെ കണ്ടിട്ടാണ് ഞങ്ങൾ ഉറപ്പിച്ചത്. നമ്മൾ കാണുന്നൊരു ഗുണം ഉണ്ട്. പക്ഷെ നമുക്കറിയാം എത്രയോ കുടുംബങ്ങൾ നല്ലത് കണ്ട് എടുത്ത തീരുമാനം, ഗുണം കണ്ട് എടുത്ത തീരുമാനം എത്ര പെട്ടെന്നാണ് അത് ദോഷത്തിലേക്ക് വഴിമാറിയത്. ഒരു പക്ഷേ നമ്മൾ ദോഷമാണെന്ന് പറയുന്നത് എത്രയോ നന്മയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഗുണവും ദോഷവും പറയാൻ നമ്മൾ ആരാണ്? അത് ദൈവം. ഇത് നമ്മുടെ തലയിൽ കയറേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അതിന് ഏറ്റവും നല്ല ബൈബിൾ ഭാഗം എന്നത് തോബിത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇന്ന് ഈശോ ഈ വചനം പറയുമ്പോൾ, പിതാവെ അങ്ങ് എനിക്ക് നൽകിയവർ എന്ന വചനം ഈശോ പറയുമ്പോൾ, അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു മനോഭാവമാണ്, അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് അത് ദൈവം നൽകിയതാണ് എന്ന് പറയുക. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ ഗുണമാകട്ടെ ദോഷമാകട്ടെ, അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കുക എന്നതാണ് അത് രക്ഷാകരമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നമ്മൾ നോക്കുന്നത് ദോഷമാണ്, നമ്മൾ നോക്കുന്നത് ഗുണമാണ്. അങ്ങനെയല്ല, മറിച്ച് അടിസ്ഥാനപരമായി ആ വ്യക്തിയെ ദൈവകരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക എന്നതാണ് ഈശോ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒരാളിൽ കാണുന്ന കുറവ്, ആ കുറവുകളോടുകൂടെ അയാളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. നമുക്ക് ഒരു വചനഭാഗം എടുക്കാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് അറിയാം അല്ലേ, തോബിയാസിൻ്റെ വിവാഹം. തോബിയാസ് ആ ദൈവദൂതനോടുകൂടെ വരികയാണ്. എക്ബത്താനയിലേക്ക് തോബിയാസ് വരുമ്പോൾ തോബിയാസിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ റെഹുവേലിൻ്റെ മകൾ സാറയെ വിവാഹം കഴിക്കണം. ഈ വിവാഹം കഴിക്കണമെന്ന് പറയുന്ന ഉടനെ തന്നെ ഈ തോബിയാസിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അവൾ 7 വിവാഹം കഴിഞ്ഞതാണ്, 7 ഭർത്താക്കന്മാരും ഒരു രാത്രി പോലും അവളുടെ കൂടെ പൂർത്തിയാക്കാൻ പറ്റാതെ മരിച്ചതാണ്. കണ്ടോ, പെട്ടെന്ന് ഈ തോബിയാസിനോട് ദൂതൻ അവളെ വിവാഹം കഴിക്കണം, റെഹുവേലിൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് നിനക്കുള്ള ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ ഉടനെ തോബിയാസ് കാണുന്നത് അവളിൽ ഉണ്ടായിരുന്ന ഒരു കുറവ് തന്നെയാണ്. അവൾ 7 പേരെ വിവാഹം കഴിച്ചു, അവൾ ആ വിവാഹം പൂർത്തിയാക്കാൻ പറ്റാതെ 7 പേരും മരിച്ചു. എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുഴുവനും അറിയാവുന്നൊരു കുറവ്, ആ കുറവ് തോബിയാസും കാണുന്നു. പക്ഷേ ദൈവഹിതം ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തുന്നു, നീ അവളെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം വെളിപ്പെടുത്തിയത്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. അങ്ങനെ അവരുടെ വിവാഹം കഴിയുന്നു.
വിവാഹം കഴിയുമ്പോൾ തോബിയാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, തോബിത്തിൻ്റെ പുസ്തകം 8:7, കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല. എന്ന് വെച്ചാൽ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികം ആശ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, അത് ലോകത്തിൻ്റേതാണ്. ജഡിക ആശ ലോകത്തിൻ്റേതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ചല്ല. ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ചല്ല ഞാൻ സ്വീകരിക്കുന്നത്, പിന്നെ ദൈവകരങ്ങളിൽ നിന്നാണ്. അതാണ് അടുത്ത വചനം പറയുന്നത്. അങ്ങയുടെ നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമെന്ന് ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നത് വരെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാനദണ്ഡം ജഡികാഭിലാഷത്താലല്ല, ജഡത്തിൻ്റെ ആശ അത് ലോകത്തിൻ്റേതാണെന്ന് യോഹന്നാൻ സ്ലേഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോബിയാസ് പറയുന്ന വചനം നമ്മൾ ധ്യാനിക്കണം. ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മാനദണ്ഡം. നമ്മൾ ഇന്ന് അനേകം ദാമ്പത്യ ജീവിതങ്ങൾ ആരംഭിക്കുന്നത് ഈ ലോകത്തിൻ്റെ മാനദണ്ഡത്തിലാണ്. നമ്മൾ ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ചാൽ ജോലി, അത് വേണ്ട എന്നല്ല, പക്ഷേ ദൈവിക പദ്ധതിയോട് ചേർത്ത് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പുറമെ നോക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണോ നമ്മൾ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ തോബിയാസ് പറയുക, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് അങ്ങനെയല്ല, ജഡത്തിൻ്റെ അഭിലാഷത്താലല്ല, ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ല ഞാൻ സ്വീകരിക്കുന്നത്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടായാൽ മതി. നമുക്കറിയാം, തോബിയാസും സാറയും രാത്രി ഉറങ്ങുവാൻ പോകുന്നു, അവരുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അവരുറങ്ങാൻ പോയപ്പോൾ അവർ ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവൻ മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ കാണുന്നു, റെഹുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി മകളെ വിവാഹം കഴിച്ച് തോബിയാസിന് കൊടുത്തിട്ട്, എന്ന് വെച്ചാൽ ഈ തോബിയാസിന് റെഹുവേൽ എന്ന അപ്പൻ്റെ മനസ്സിലും ഒരു ചിന്തയുണ്ട്. ആ ചിന്ത എന്താ? അത് ലോകത്തിൻ്റെ ചിന്തയാണ്. 7 പേരെ വിവാഹം കഴിച്ചതാണ് എൻ്റെ മകൾ, 7 പേരും ആദ്യ രാത്രിയിൽ മരിച്ചു. ലോകത്തിൻ്റെ ചിന്ത. കാരണം അവളിൽ അനുരക്തയായ ഒരു പിശാചുണ്ട്. ആ പിശാച് ആരവളെ വിവാഹം കഴിച്ചാലും ആ പിശാച് അവനെ കൊല്ലും. അതുകൊണ്ട് റെഹുവേൽ എന്തു ചെയ്തു? മകളും മരുമകനും ഉറങ്ങാൻ പോയപ്പോൾ, അവർ ആദ്യ രാത്രി ചെലവഴിക്കാൻ പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, റെഹുവേൽ ചെയ്യുന്ന പ്രവൃത്തി, റെഹുവേൽ മമ്മട്ടിയും എടുത്തുകൊണ്ട് കുഴി വെട്ടാൻ പോകുന്നു. മരുമകന് ശവക്കുഴി വെട്ടുന്ന റെഹുവേലിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. എന്താ സംഭവിക്കുന്നത്? വേലക്കാരി ചെന്ന് നോക്കുമ്പോൾ അവർ 2 പേരും ഉറങ്ങി എഴുന്നേറ്റ് വരുന്നു രാവിലെ. ഇതാണ് ലോകത്തിൻ്റെ ദൃഷ്ടിയിലല്ല, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നല്ല സ്വീകരിച്ചത്. 7 പേരും പരാജയപ്പെട്ടെടുത്ത് 7 പേര് പരാജയപ്പെട്ടെടുത്ത് എങ്ങനെ തോബിയാസ് തരണം ചെയ്തു? ഒറ്റ കാര്യമേ ഉള്ളൂ. തോബിയാസ് ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ല പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിച്ചത്. ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ല തൻ്റെ കുടുംബത്തെ സ്വീകരിച്ചത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം നമ്മൾ ആ വചനഭാഗത്ത് ശ്രദ്ധിക്കണം. ആ വചനഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വചനമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവർ ലോകത്തിൻ്റേതല്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്ന ഒരു വചനമിതാണ്: അവർ ലോകത്തിൻ്റേതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വചനത്തെ മനസ്സിലാക്കുക. ലോകത്തിൻ്റെതല്ല. ഇന്ന് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ വരികയാണ്, അല്ലേ? അവർ ദൈവത്തിൻ്റേതാണ്. ദൈവമേ അങ്ങെനിക്ക് തന്നവർ. അപ്പോൾ ഒരു കുടുംബത്തിൽ മക്കളെക്കുറിച്ച് വചനം പറയുന്നു:
മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ മക്കളെക്കുറിച്ച്, ദാമ്പത്യത്തെ ആശീർവദിച്ചുകൊണ്ട് ദൈവം പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക. ഇത് ദൈവിക പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതി. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവിക തീരുമാനത്തിന് കീഴിലാണോ ലോകത്തിൻ്റെ തീരുമാനത്തിന് കീഴിലാണോ? നിങ്ങൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ദൈവിക തീരുമാനം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവിക തീരുമാനം. വിവാഹം അത് കൃപ ലഭിച്ചവർക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കൂദാശയാക്കുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണോ? കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപ്പനും അമ്മയും വലിയ സങ്കടത്തോടെ വരുന്നു. അവർക്ക് ഒരു മകളാണ്. അപ്പോൾ ഈ മകള്, അവൾക്ക് നല്ല ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. ഇപ്പോൾ 31 വയസ്സ് കഴിയുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന കാര്യം ഇതാണ്, അപ്പനോടും അമ്മയോടും സ്നേഹമാണ്, നല്ല പ്രാർത്ഥനയാണ്, പള്ളിയിൽ പോകും, എല്ലാം ശരിയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അവൾ പറയുന്ന ഒരൊറ്റ കാര്യം, എന്നോട് വിവാഹം കഴിക്കാൻ പറയരുത്, എനിക്ക് വിവാഹം വേണ്ട. ഇന്ന് അനേകം പെൺകുട്ടികൾ എടുക്കുന്നൊരു തീരുമാനമാണ്. കുറച്ച് നാൾ മുമ്പ് 2 സഹോദരിമാർ അവർ ചോദിച്ചൊരു ചോദ്യം, അച്ഛാ ഈ വിവാഹം അത്ര അത്യാവശ്യമാണോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛാ ഇപ്പോൾ ജോലിയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യുന്നുണ്ട്. അച്ഛാ ഞങ്ങളിപ്പോൾ ഇത്രയും നാളുകൾക്കുള്ളിൽ ഇത്ര രാജ്യങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു, ഞങ്ങൾ എത്ര സന്തോഷത്തോടെ പോകുന്നു. ഇനി ഒരു വിവാഹം കഴിച്ചിട്ട് പിന്നെ മൊത്തം പ്രശ്നമായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ദൈവിക ചിന്തയാണോ? ഒരിക്കലുമല്ല, അത് ലോകത്തിൻ്റെ ചിന്തയാണ്. വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിൽ ദൈവം തരുന്നൊരു അനുഗ്രഹമാണ് മക്കൾ. എന്നാൽ വിവാഹം കഴിഞ്ഞ് മക്കളെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന എത്രയോ പേര്. ഈ ചിന്ത എവിടുന്ന് വരുന്നു? അത് ദൈവത്തിൽ നിന്നല്ല. അതാണ്, അവർ ലോകത്തിലാണ്. ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ്. കാരണം ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മാനദണ്ഡമാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ടൊരു തലമാണ്. ലോകത്തിൻ്റെ മാനദണ്ഡമാണോ നമ്മൾ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത്? ലോകത്തിൻ്റെ മാനദണ്ഡമുണ്ട്. ഇന്ന് അധികം മക്കൾ വേണ്ട, ഒന്നു മതി. ഇങ്ങനെ ലോകത്തിൻ്റെ ഒരു മാനദണ്ഡം, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകുക എന്ന ദൈവവചനം, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ദൈവവചനം. ഇങ്ങനെ ഈ അരൂപിയിലാണോ നമ്മുടെ കുടുംബം നയിക്കപ്പെടുന്നത്, അതോ ലോകത്തിൻ്റെ അരൂപിയിലാണോ? ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിലല്ലാത്തതുപോലെ അവരും ലോകത്തിലല്ല, അവരും ലോകത്തിൻ്റെതല്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ലോകത്തിൻ്റെ സ്പിരിറ്റ് കയറുന്നു. ലോകത്തിൻ്റെ സ്പിരിറ്റ് കുടുംബ ബന്ധങ്ങളിൽ കയറുന്നു. ഇത് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ലോകത്തിൻ്റെ സ്പിരിറ്റ് കയറുമ്പോൾ എല്ലാം ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ കാണാൻ തുടങ്ങും. ഈശോ എന്താ ചെയ്തത്? ഈശോ ഒന്നും ലോകത്തിൽ നിന്ന് സ്വീകരിച്ചില്ല. ഉദാഹരണത്തിന്, ഈശോ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പീലാത്തോസ് ഒരു കാര്യം പറഞ്ഞു. നിന്നെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനും അധികാരമുണ്ട്. ഉടനെ ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമുണ്ടാകുമായിരുന്നില്ല. കണ്ടോ, എത്ര പെട്ടെന്നാണ് ഒരു കാര്യത്തെ. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു കാര്യത്തെ ഇപ്പം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദി പറയുക. ഇപ്പോൾ ഒരു പക്ഷെ ഞാൻ ഒരുപാട് കുറവുകൾ എൻ്റെ ജീവിത പങ്കാളിയിൽ ഞാൻ കാണുന്നു, ഒരുപാട് കുറവുകൾ മക്കളിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റേതാണെന്നും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും പഠിക്കുക
എന്നതാണ് ഈശോ പഠിപ്പിച്ചത്. അതാണ്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അങ്ങ് എനിക്ക് നൽകിയ പാനപാത്രം. ഇതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് പോലും, അങ്ങ് എനിക്ക് നൽകിയത് സ്വീകരിക്കാൻ. കഴിയുമെങ്കിൽ ഇത് മാറിപ്പോകട്ടെ, മാനുഷികമായ ഒരു തലം. എന്നാൽ പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങ് എനിക്ക് നൽകിയത് ഞാൻ കുടിക്കേണ്ടതല്ലയോ? പ്രിയപ്പെട്ടവരെ, അതാണ് രക്ഷാകരമാകുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം രക്ഷാകരമാകാൻ, ഏത് കാര്യവും രക്ഷാകരമാകാൻ രണ്ട് മനോഭാവങ്ങളേ ഉള്ളൂ. ഒന്ന്, അതിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. രണ്ട്, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രം പോരാ, അതിനെ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കാതിരിക്കുക. ലോകത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിലല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ദൈവഹിതത്തിൻ്റെയും കീഴിലാണ് നമ്മൾ ജീവിതത്തെ വയ്ക്കേണ്ടത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു കുറവുള്ള എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ വരുമാന മാർഗം എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനെ ഞാൻ വയ്ക്കേണ്ടത് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളിലല്ല. അല്ലേ? ലോകത്തിനൊരു മാനദണ്ഡമുണ്ട്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ്സാണെങ്കിൽ ലോകത്തിൻ്റെ ഒരു മാനദണ്ഡം, അത് മാക്സിമം എൻ്റെ എഫർട്ട് മാക്സിമം അതിനു വേണ്ടി വർക്ക് ചെയ്യുക, അവിടെയാണ് ലോകത്തിൻ്റെ മാനദണ്ഡം. എന്നാൽ ആ ബിസിനസ് ദൈവം തന്നതാണെന്ന് വിചാരിക്കുന്നൊരു വ്യക്തി അതിനെ ലോകത്തിൻ്റെ മാനദണ്ഡത്തിൻ്റെ കീഴിലല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുടെയും കൽപ്പനയുടെയും കീഴിൽ വയ്ക്കും. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, ഞാൻ എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, ഞായറാഴ്ച നിങ്ങൾ ഒരു വേലയും ചെയ്യരുത്, അതൊരു ദൈവകൽപ്പനയാണ്. എന്നാൽ അന്നുകൂടി ജോലി ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാം. ഈ ചിന്ത ലൗകികമാണ്, ഈ ചിന്ത ലോകത്തിൻ്റെതാണ്. നമ്മുടെ വരുമാന മാർഗം, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വയ്ക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ കീഴിലാണോ, ദൈവകരങ്ങളിൽ നിന്നാണോ നമ്മൾ സ്വീകരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം. ജോഷുവ 24:15 അവസാനത്തെ വചനം ഇതാണ്: ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചനം അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജോഷുവ 24:15 അവസാനത്തെ വചനം: ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ, എൻ്റെ കുടുംബം കർത്താവിനെ സേവിക്കും. ഇതായിരിക്കണം നമ്മളിൽ ഇന്ന് അഭിഷേകത്തിലേക്ക് വരുന്ന വചനം. ഞാൻ, എൻ്റെ കുടുംബം കർത്താവിനെ സേവിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിൽ നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മനമേ സ്തുതിക്കതിൻ നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. ശ്രേഷ്ഠൻ യേശുദേവാദിദേവൻ കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ.
ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. യേശുദേവാദിദേവം കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവം കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവം കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. യേശുദേവാദിദേവം കർത്താദികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടി ഒരിക്കൽ കൂടി വചനം നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം, ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന, ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഈശോയെ വചനം അഭിഷേകമായിട്ട് മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 57 രണ്ടാമത്തെ വചനം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, അത്യുന്നതനായ ദൈവത്തിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. ഈ വചനം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായിട്ടും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അടുത്ത് യേശുവെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കണ്ണുനീരോടെ മക്കൾ പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം യേശുവെ ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ ഇന്ന് ഈ മണിക്കൂർ വരെ ധ്യാനിച്ചത് എന്തെല്ലാം ഞങ്ങൾക്കുണ്ടോ അതെല്ലാം നീ തന്നതാണ്. എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം നീ തന്നതാണ്. നീ തരാത്ത ഒന്നും യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലില്ല. ദൈവമേ, എല്ലാം നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് രക്ഷയാക്കി മാറ്റുവാൻ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം തന്നതാണ്, അതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന വലിയ മനസ്സോടുകൂടി നമുക്ക് ഈ മണിക്കൂറിൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. ഈ വചനത്തിന്റെ അഭിഷേകം ഈശോയെ ഇപ്പോൾ
വലിയ കണ്ണുനീരോടെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന, നിന്നെ സ്തുതിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ആരാധനയുടെ സമയങ്ങളിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തമായി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യേ വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർ ഇവർ അങ്ങയുടേതായിരുന്നു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ ഒറ്റിക്കൊടുത്ത യൂദാസുണ്ട്, ആ ശിഷ്യന്മാരിൽ തള്ളിപ്പറഞ്ഞ പത്രോസുണ്ട്, കുരിശിൻ്റെ വഴിയിൽ ഒറ്റയ്ക്കാക്കിപ്പോയ പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ട്. അവരെയെല്ലാം നോക്കി യേശു പറയുകയാ, പിതാവേ, ഇവരെല്ലാം അങ്ങ് എനിക്ക് നൽകിയതാണ്, ഇവരെല്ലാം അങ്ങയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ യേശു നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിലെ ചില വ്യക്തികളെ ഓർത്തെങ്കിലും ഞാൻ ഭാരപ്പെടുമ്പോൾ, എന്തേ അവർ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഇതാ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്കുള്ളുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധി വച്ചും എൻ്റെ യുക്തി വച്ചും എൻ്റെ സ്വഭാവം വച്ചും എൻ്റെ രീതികൾ വച്ചും എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, എനിക്കൊരിക്കലും ഇതുവരെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു പക്ഷേ എൻ്റെ ജീവിത പങ്കാളി, ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കൾ, ഇതാ ഈശോ പഠിപ്പിക്കുന്നു, മക്കളെ, ജീവിതത്തിൽ നിന്നെ എവിടെയെല്ലാം ഞാൻ നിർത്തിയോ, ആരുടെ കൂടെയെല്ലാം ഞാൻ നിന്നെ നിർത്തിയോ, അവരെയെല്ലാം നീ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും, ഒരു പക്ഷേ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ സഹോദരനെ ആകാം, ഒരു പക്ഷേ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ അയൽപക്കക്കാരെ ആകാം, ഒരു പക്ഷെ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ അധികാരിയെ ആകാം, ഒരു പക്ഷെ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ ജീവിത പങ്കാളിയാകാം, ഒരു പക്ഷെ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ മാതാപിതാക്കളെ ആകാം, ഒരു പക്ഷെ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ അമ്മായിയപ്പനെയോ അമ്മായിയമ്മയോ ആകാം, ഒരു പക്ഷേ നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് നിന്റെ മരുമകളെയോ മകനെയോ ആകാം. ഇതാ ഈ നിമിഷം വചനം യേശുവിലൂടെ നിന്നോട് പറയുന്നു, നിന്റെ അടുത്ത് ദൈവം നിർത്തിയ ഓരോ വ്യക്തിയെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത് നീ തന്നതാണ്. എൻ്റെ മക്കളെ നോക്കി, ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാത്ത എൻ്റെ മക്കൾ, ഒരു പക്ഷേ ഒരു തരി സ്നേഹം പോലും എനിക്ക് തരാത്ത എൻ്റെ ജീവിത പങ്കാളി, ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ സഹോദരങ്ങൾ, ഒരു പക്ഷേ എനിക്ക് എപ്പോഴും എനിക്കെതിരെ കുറ്റം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവരെ നോക്കി യേശുവേ ഞാൻ പറയുകയാണ്, അവർ നിൻ്റേതാണ്, അവർ നീ തന്നതാണ്. ഈ നിമിഷം ഈ ബോധ്യത്തോടെ നമുക്ക് കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി ഇതാ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തിയെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഈശോ പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് ആരെയെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ അവരെല്ലാം രക്ഷയായിട്ട് മാറും. നീ ദൈവകരങ്ങളിൽ നിന്ന് നിന്റെ ദാമ്പത്യ ജീവിതത്തെ സ്വീകരിക്കുമ്പോൾ, നീ ദൈവകരങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ സ്വീകരിക്കുമ്പോൾ, നീ ദൈവകരങ്ങളിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുമ്പോൾ, നീ ദൈവകരങ്ങളിൽ നിന്ന് നിന്റെ കുടുംബത്തെ സ്വീകരിക്കുമ്പോൾ അതെല്ലാം രക്ഷയായിട്ട് മാറും. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ നിമിഷം നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. യേശുവേ, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ടവർ, അവർ നീ എനിക്ക് തന്നതാണ്. ആ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇപ്പോൾ ഞാൻ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നു. എനിക്ക് സ്നേഹിക്കാനോ എനിക്ക് അംഗീകരിക്കുവാനോ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന ആരാധന. ആരാധന ആരാധന ആരാധന. ദൈവം തന്നതല്ലാതൊന്നും യേശുവേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവം തന്നതാണ്. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം? അങ്ങനെയെല്ലാം ഞാൻ ചോദിക്കുമ്പോഴും എനിക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു പക്ഷേ എനിക്കൊരുപാട് നൊമ്പരങ്ങൾ തരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്വീകരിക്കുകയാണ്. ദൈവമേ, നിൻ്റെ കരങ്ങളിൽ നീ തന്നതാണ്, നിൻ്റേതാണവർ. ഒരു പക്ഷേ ഞാൻ ഒരുപാട് കുറവുകൾ അവരിൽ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ മൂലം അനുഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, അവരില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എത്ര നന്നാകുമായിരുന്നു. എന്നാൽ കർത്താവേ, അവരോട് കൂടെയാണ് നീ എൻ്റെ രക്ഷ സാധ്യമാക്കുന്നത്. യേശുവേ, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരെ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരെ ഞാനിപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നു. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില വ്യക്തികളുടെ മുഖം, ചില വ്യക്തികളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒറ്റക്കാര്യം ഈശോ ആവശ്യപ്പെടുകയാ, പ്രിയപ്പെട്ട മക്കളെ, അവരെ നീ എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് നീ നന്ദി പറയുക. എൻ്റെ കയ്യിൽ നിന്ന് നീ സ്വീകരിക്കുക. നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന നിൻ്റെ ജീവിത പങ്കാളിയെ, നിന്നെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന നിൻ്റെ സഹോദരനെ, നിനക്കെപ്പോഴും കണ്ണീര് തരുന്ന നിൻ്റെ ഈ പ്രിയപ്പെട്ട വ്യക്തിയെ നീ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. നീ എൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നീ നന്ദി പറയുക. ദൈവമേ, നീ തരുന്നത് എല്ലാം, നീ തന്നതെല്ലാം എൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കുമാണ് ഞാൻ തിരിച്ചറിയുന്ന കർത്താവേ. നമുക്ക് ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2, ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. വീണ്ടും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് പറയുന്നു, നിന്നെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈശോ പഠിപ്പിക്കുന്നു, ഉന്നതത്തിൽ നിന്ന് അധികാരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇതാ ഈശോ പഠിപ്പിക്കുക, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ ദുഃഖം, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ രോഗം, ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധി എൻ്റെ പിതാവ് അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ്. എൻ്റെ പിതാവ് അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ് ഈ കുരിശെങ്കിൽ അതിനപ്പുറത്ത് എൻ്റെ പിതാവിന് ഉപരിയായ ഒരു മഹത്വമുണ്ട്. എൻ്റെ പിതാവിന് ഒരു നല്ല പദ്ധതിയുണ്ട്. ഇതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ നിമിഷം
അതേ പ്രശ്നത്തിലൂടെ, അതേ വേദനയിലൂടെ, അതേ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന നിന്നോട് പറയുന്നു, മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന് നീ ഭാരമായി കാണുന്ന നിന്റെ ദാമ്പത്യ ജീവിതം, ഇന്ന് നീ വേദനയായി കാണുന്ന നിന്റെ രോഗം, ഇന്ന് നീ നഷ്ടമായി കാണുന്ന നിന്റെ ബിസിനസ്, എന്തെല്ലാം നഷ്ടങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഇതാ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും നിന്റെ ജീവിതത്തിൽ വരുന്നില്ല. ദൈവമേ, ഒന്നും ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും ഒന്നും വരുന്നില്ല എങ്കിൽ, ദൈവം അനുവദിച്ചിട്ടും ദൈവം അറിഞ്ഞിട്ടുമാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതെങ്കിൽ, ദൈവമേ, അതിൻ്റെ എല്ലാം അപ്പുറത്ത് നിനക്കൊരു ലക്ഷ്യവും പദ്ധതിയുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വേദനകൾ, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ രോഗങ്ങൾ ഇപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ, എൻ്റെ കുടുംബത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രോഗം ദൈവമഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഈ നിമിഷം ഞാൻ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ മണിക്കൂറിൽ എന്തെല്ലാം ഞങ്ങൾക്കുണ്ടോ, അത് അനുഗ്രഹമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അതുവരെ ശാപമായിരുന്ന കുരിശിനെ നീ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ ആ കുരിശ് രക്ഷാകരമായി മാറി, ആ കുരിശ് അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി, ദൈവമേ, ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുകയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ കാണുകയാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും എൻ്റെ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതുമായ എല്ലാ കാരണങ്ങളെയും യേശുവേ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. നിന്റെ കയ്യിൽ നിന്ന് ഈ പ്രശ്നത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോഴുള്ള എൻ്റെ കടം, ഇപ്പോഴുള്ള എൻ്റെ രോഗം, ഇപ്പോഴുള്ള എൻ്റെ കുടുംബ പ്രശ്നം, ദൈവമേ, നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞാൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നതല്ല അതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. ദൈവം തന്നതല്ല അതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ പല സഹനങ്ങളും, പല പ്രശ്നങ്ങളും, പല യാഥാർത്ഥ്യങ്ങളും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ, എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. യേശുവേ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും, നീ തന്നതാണെന്ന് ഞാൻ അംഗീകരിക്കുമ്പോഴും, നീ തന്നതാണ് എന്ന് അംഗീകരിച്ച് ഞാൻ നിനക്ക് നന്ദി പറയുമ്പോഴും, യേശുവേ, ജീവിതത്തിൻ്റെ ഭാരത്താൽ ഞാനും ചിലപ്പോൾ വീണു പോകുന്നുണ്ട്. എഴുന്നേൽക്കാൻ പറ്റാതെ ഞങ്ങളും അസ്വസ്ഥപ്പെടുന്നുണ്ട്. കർത്താവേ, നിന്റെ ശക്തിപ്പെടുത്തലിൻ്റെ കരം എൻ്റെ മേൽ വയ്ക്കണമേ. നമ്മുടെ ഭാരങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈ നിമിഷം ദൈവകരങ്ങളിൽ നിന്ന് ഒന്ന് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. അതൊരു രോഗമാകാം, അത് ഒരു പക്ഷേ ഞാൻ വിഭാവനം ചെയ്തതുപോലെ, ഞാൻ സ്വപ്നം കണ്ടതുപോലെ അല്ലാത്ത ഒരു കുടുംബജീവിതം, ഒരു ദാമ്പത്യ ജീവിതം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലാത്തൊരു ജീവിത പങ്കാളി, എൻ്റെ സ്നേഹത്തിനും എൻ്റെ സ്വരത്തിനും വിരോധമായി നടക്കുന്ന മക്കൾ, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും പ്രശ്നങ്ങളും പലവിധമാകാം.
ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഏത് മേഖലയിലാണ് ഞാൻ നിന്നെ സഹായിക്കേണ്ടത്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഈശോ ചോദിക്കുന്നു. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിലെ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യം വരുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരത്തെ യേശു ഏറ്റെടുത്ത് മാറ്റുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിൽ എൻ്റെ ദൈവം ഇടപെടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കാണുന്നു. കർത്താവേ, നിൻ്റെ പ്രവൃത്തി കാണാൻ, നിൻ്റെ അത്ഭുതം കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. കർത്താവേ, എന്നെ, എൻ്റെ കുടുംബത്തെ, ഇപ്പോഴുള്ള എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഞാൻ നിന്നോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രശ്നത്തിൽ ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ജീവിതവും നിന്നെ മഹത്വപ്പെടുത്തട്ടെ. ഇതാ ജോഷുവയെ പോലെ ഞങ്ങൾ പറയുന്നു. ജോഷുവ 24:14-15, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ പ്രശ്നത്തിൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ പ്രതിസന്ധിയിൽ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മഹത്വപ്പെടുത്തും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ കടന്നു വരട്ടെ. നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തുമ്പോൾ ഇപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യത്തെ ദിവ്യകാരണത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കടബാധയിലൂടെ കടന്നു പോകുന്നു. ഈ ദിവസങ്ങളിൽ ജോലി ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സം നേരിടുന്നവരെ പ്രാർത്ഥിക്കുക. ജീവിത പങ്കാളിയെ തരയേണ്ടത് ദൈവമാണ്. വരുമാന മാർഗം തരയേണ്ടത് ദൈവമാണ്. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ തരേണ്ടത് ദൈവമാണ്. ഈശോയെ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അതെല്ലാം വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി കരമുയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എവിടെയാണോ യേശുവിൻ്റെ ആശീർവാദം, ഇതാ ഈ ശുശ്രൂഷയിലൂടെ നീ ആയിരിക്കുന്നിടങ്ങളിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് യേശുവിൻ്റെ ആശീർവാദം ഇറങ്ങുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ജോഷുവ 24:15. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും.